ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഡിസംബർ 28-ന് നമുക്ക് ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്. 10th ലെവൽ പ്രിലിമിനറി എക്സാമാണ്. അതിലേക്ക് നടക്കുന്ന എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ ലാബ് ടെക്നീഷ്യനുമാണ്. അപ്പം ഹരിശ്രീയിൽ നിങ്ങൾക്കറിയാം, തൊഴിൽ വാർത്തയിൽ ഹരിശ്രീയിലെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഹരിശ്രീയിൽ ഇത്തവണ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മാക്സിമം പോയിന്റുകളും നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഭരണഘടനയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത് മൗലികാവകാശങ്ങളും കടമകളും എന്നുള്ളതാണ് കേട്ടോ. മൗലികാവകാശങ്ങളും കടമകളും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ശരി അല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഓക്കെ, ശരി അല്ലാത്തതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഏതോ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. നമുക്ക് നോക്കി നോക്കാമല്ലോ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാനാവാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അതെ, ശരിയാണ് അല്ലേ. അടുത്തത്, വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നു. അതും ശരിയാണ്. സി, അന്തസ്സുള്ള ജീവിതം നയിക്കാൻ മൗലിക അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതും ശരി തന്നെ. ഡി നോക്കൂ, ജനാധിപത്യ സമൂഹത്തിൽ മൗലിക അവകാശങ്ങൾ പ്രധാനപ്പെട്ടവ അല്ല. എന്തൊരു മണ്ടത്തര അല്ലേ. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കാരണം ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനൊന്നുമില്ല അല്ലേ. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ അവകാശ പത്രികയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ അവകാശ പത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യവും അവിടെയുള്ള പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് ഈ അവകാശ പത്രിക എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, അത് ഭരണഘടനയിൽ ഉറപ്പ് വരുത്തിയിട്ടുള്ളതും ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യയുടെ അവകാശ പത്രികയാണ് എന്ത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഓരോ പൗരന്മാർക്കുമുള്ള അവകാശങ്ങളാണല്ലോ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇത് ഏത് ഭാഗത്ത് എത്ര ആർട്ടിക്കിളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവസാനം എന്തൊക്കെ പഠിച്ചു എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കുക, മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് നിഷേധിക്കാനാവാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓരോ പൗരനും വേണ്ട അവകാശങ്ങളാണ്. ഓക്കെ, അത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഓരോന്ന് പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേറെ എന്തൊക്കെ പറയാം? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞൂടെ? അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് എനിക്ക് മൗലികാവകാശങ്ങളെ വിശേഷിപ്പിക്കാം. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ എന്ത് പറയുന്നുണ്ട്? ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളെയാണ് കേട്ടോ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. എവിടെ നിന്നാണ് മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്? അതും കൂടി പറഞ്ഞേ. USA-യിൽ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. ഒന്നാമത്തത് നോക്കാലോ. ഭരണഘടനയുടെ ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങൾ ഉള്ളത് എന്ന് പറയുന്നു. ശരിയാണോ? ഭാഗം 3-ലാണോ മൗലികാവകാശങ്ങളുള്ളത്? അതെ, ശരിയാണ് കേട്ടോ. ഇനി 2, ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതും ശരിയാണ്. നിലവിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. അതും ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 3 ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഭരണഘടന എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭാഗം 3-ലാണ്. ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് അതിൽ വരുന്നത് എന്നൊന്ന് പറഞ്ഞേ. ആർട്ടിക്കിൾ ഇവിടെ തന്നെ എഴുതാം കേട്ടോ. 12 മുതൽ 35 വരെ വരുന്നത്
മൗലികാവകാശങ്ങളാണ്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 12 മുതൽ 35 വരെ. അപ്പം നിലവിൽ വരുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം എത്ര എണ്ണേ ഉള്ളൂ? 6 എണ്ണേ ഉള്ളൂ. ഏതാണ് നീക്കം ചെയ്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതേതാണ്? അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ആദ്യം മൗലികാവകാശമായിരുന്നു. ഇപ്പം അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? നിയമാവകാശമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? നിയമാവകാശമായിട്ട് മാറിയിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ, ഏത് ഭേദഗതി എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരുന്നു? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇപ്പോഴാണോ ക്ലിയർ ആയി കാണുന്നത്? ഓക്കെ, ഏതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് കേട്ടോ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. നാലാമത്തെ ചോദ്യം നോക്കൂ. കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്. 1928 ആൻസർ വരിക കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് അതേതാണ് ആൻസർ? അത് ഓപ്ഷൻ ബി, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് കേട്ടോ. ഇനി ആറാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളെ പറ്റി ശരിയായ പ്രസ്താവന ഏതാണ്? അത് പറഞ്ഞേ. ആറാമത്തത് ഭാഗം 3 എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഭാഗം 2 ഭാഗം 4 ഭാഗം 4 അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 12 മുതൽ 35 വരെയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. അപ്പം നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞേ? നിലവിൽ വരുമ്പോൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം എത്ര എണ്ണം ഉള്ളൂ? 6 എണ്ണമാണുള്ളത്. സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭേദഗതി ഏതായിരുന്നു? 44-ാം ഭേദഗതി ആയിരുന്നു. വർഷം 1978 കേട്ടോ. 1978 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഇപ്പം അതെന്താണ്? അതൊരു നിയമാവകാശമാണ്. മാറിപ്പോവരുത്. ഇനി എൻ്റെ ചോദ്യം. ഈ സ്വത്തവകാശത്തെ നീക്കം ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി എന്നൊന്ന് പറഞ്ഞേ. പ്രധാനമന്ത്രി ആരായിരുന്നു? അതും പഠിച്ചു വെക്കണം. മൊറാർജി ദേശായി ആണ് കേട്ടോ. മൊറാർജി ദേശായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രസിഡൻറ്റും കൂടി നമ്മൾ പഠിക്കണമല്ലോ. പ്രസിഡൻ്റ് ആരായിരുന്നു? അതും കൂടി പഠിച്ചു വെച്ചേക്കുക. നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ, നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതും പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ആർട്ടിക്കിളും ഭാഗമൊക്കെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ചോദ്യം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് പറയാം കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് കേട്ടോ ചോദ്യം. എന്താണ്? മൗലിക അവകാശങ്ങളുടെ ശില്പി. ആൻസർ പറഞ്ഞേ. ഏതാണ് ആൻസർ? മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അല്ല. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. അപ്പം ജവഹർലാൽ നെഹ്റു എന്ത് ചോദിച്ചാൽ ആൻസർ വരിക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എട്ടാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും ആണ്? അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഏതാണ് ആൻസർ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് USA എന്നായിരുന്നു. അത് ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയരുത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, അമേരിക്കയാണ് ശരിയായ ഉത്തരം. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ചുവടെ പറയുന്നവയിൽ മൗലിക
അവകാശങ്ങളെ പറ്റിയുള്ള ശരിയായ വിശേഷണങ്ങൾ ഏതൊക്കെ? അപ്പോൾ ശ്രദ്ധിക്കുക, വിശേഷണങ്ങൾ എന്ന് അല്ല പറഞ്ഞത്, മൗലികാവകാശങ്ങളെ പറ്റിയുള്ള വിശേഷണങ്ങളായിരിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനയുടെ താക്കോല് തെറ്റാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകവും തെറ്റാണ്. ഇതൊക്കെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഭരണഘടനയുടെ താക്കോലും രാഷ്ട്രീയ ജാതകമൊക്കെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആമുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് പറയാം. അതായത് രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് ആരാണ്? KM മുൻഷിയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഓരോരുത്തർ എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചത് ആമുഖത്തെ എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നുള്ളതും ഭരണഘടനയുടെ ആണിക്കല്ല് എന്നുള്ളതും. സോ ആൻസർ ഏതാണ് വരിക? 9ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണേ. ചുവടെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി അല്ലാത്തതാണേ വേണ്ടത്. വായിച്ചു നോക്കാലോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അത് ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബി, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചത് JB കൃപലാനിയാണ്. അതും ശരിയാണ്. ഓക്കെ. സി, തുടക്കത്തിൽ 9 മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ആണോ? അല്ല. എത്രയായിരുന്നു? 7 ആയിരുന്നു. പിന്നീട് അത് എന്തായിട്ട് മാറി? 6 എണ്ണമായിട്ട് മാറി. ഓക്കെ, ഇനി ഡി എന്താണ്? ശരിയായിരിക്കണം. വായിച്ചു നോക്കാലോ. നിലവിൽ 6 മൗലിക അവകാശങ്ങളെ ഭരണഘടന ഉൾക്കൊള്ളുന്നു. അതും ശരിയാണ്. സോ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. കാരണം ശരിയല്ലാത്തതായിരുന്നു ചോദിച്ചത്. എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണേ. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തായത് ഏതാണ്? ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏതാണ്. സ്വത്തവകാശമാണ്. നിലവിൽ അത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്, ഏത് ഭാഗത്താന്നൊക്കെ നമുക്ക് അടുത്ത ചോദ്യം പറയുമ്പം പറയാം. ഇപ്പം എന്ത് പഠിച്ചു വയ്ക്കുക? 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം മാറിയത്. നിലവിൽ അത് എന്താണ്? ഒരു നിയമാവകാശമാണ്. അതായിരിക്കും ചിലപ്പോൾ നമ്മൾ പഠിക്കാതെ പോവുക, അതായിരിക്കും ചോദിക്കുക. ഇതൊന്നും ചിലപ്പോൾ ചിലർ ശ്രദ്ധിക്കില്ല. നിലവിൽ അതൊരു നിയമാവകാശമാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി 12ാമത്തെ ചോദ്യം, നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമുള്ള നിയമപരമായ അവകാശം മാത്രമാണ് സ്വത്തവകാശം എന്ന് ചോദിച്ചു. അപ്പം ഏതാണ് അനുച്ഛേദം? അത് നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. ഓപ്ഷൻ ബി, അനുച്ഛേദം 300A എന്നാണ് പറയുന്നത്. ഏതാണ്? 300Aയിലാണ് ഇപ്പം ആർട്ടിക്കിൾ 300Aയിലാണ് എന്തുള്ളത്? നമ്മുടെ സ്വത്തവകാശം ഉള്ളത്. ഏതാണ് ഭാഗം കൂടി പഠിച്ചു വെച്ചോളൂ. ഭാഗം 12. 300A ആണ് ആർട്ടിക്കിള്, ഭാഗം 12 ആണ്. ഓക്കെ, പഠിച്ചല്ലോ. ഇനി 13ാമത്തെ ചോദ്യം, സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതെല്ലാം? അപ്പം നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട്. അതിലൊന്നാണ് സമത്വം, 2 സ്വാതന്ത്ര്യം, അങ്ങനെ നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ട്, 6 എണ്ണം. അതിൽ ചോദിച്ചിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, അതേതാണ്? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. ഇനി ബാക്കി പറയാം. 19 മുതൽ 22 വരെ എന്താണ് വരിക? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 19 മുതൽ 22 വരെ. പിന്നെ വരുന്നത് എന്താണ്? 23 മുതൽ 24 വരെ എന്ത് വരുന്നുണ്ട്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് 25 മുതൽ 28 വരെ വരുന്നത് ഏത് ഭാഗത്താണ്? മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്നത് 29 മുതൽ 30 വരെ വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 32 വരുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അത് അന്നപ്പോൾ പറയാം. ഓക്കെ,
അപ്പം ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. 13ൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 13ൻ്റെത് ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് 14 നോക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെ അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു? ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം പോക്കിയിട്ടുണ്ട്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. അനുച്ഛേദം 25 മുതൽ 28 വരെയാണ് എന്ത് വരുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത്. ഓക്കെ. 15ാമത്തെ ചോദ്യം ചൂഷണത്തിനെതിരായ അവകാശമാണെങ്കിലോ? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം വരുന്നത് ഓപ്ഷൻ എ അനുച്ഛേദം 23, 24 വരെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ഞാൻ വായിക്കാറുണ്ടായിരുന്നില്ല, ആൻസർ പറഞ്ഞ് പോവുക ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ PDF ആക്കിയിട്ട് ടെലിഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് ആൻസർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കാം. ഇനി അതല്ല ഹരിശ്രീ വാങ്ങുന്നവരാണെങ്കിൽ അത് ആൻസർ ചെയ്തതിന് ശേഷം വീഡിയോ വന്നിട്ട് കണ്ടാൽ മതി. അടുത്തത് 16ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദങ്ങൾ ഏവാന്നാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഏതാണ്? 16ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിനുള്ളതാണ് ചോദിച്ചത്. അത് അനുച്ഛേദം 19 മുതൽ 22 വരെയാണ്. അടുത്തതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചൊന്നും കൂടി പറയാം. അപ്പോൾ 19 മുതൽ 22 വരെ വരുന്നത് ഏതാണ്? 19 മുതൽ 22 വരെ അല്ലേ? സ്വാതന്ത്ര്യമാണ് പറയുന്നത് കേട്ടോ, എഴുതി വയ്ക്കാം. സ്വാതന്ത്ര്യമാണ് പറയുന്നത് 19 മുതൽ 22 വരെ. ഇനി അടുത്തതും കൂടി പറയാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണെങ്കിലോ ഏതിലാണ് പറയുന്നത്? അത് ഓപ്ഷൻ സി 29, 30 അല്ലേ? അനുച്ഛേദം 29, 30 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞു നോക്കാമല്ലോ. 14 മുതൽ 18 വരെയാണ് ഞാൻ നേരത്തെ എന്ത് പറഞ്ഞത്? സമത്വം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? സമത്വം പറഞ്ഞു. പിന്നെ 19 മുതൽ 22 വരെ എന്ത് പറഞ്ഞു? സ്വാതന്ത്ര്യം പറഞ്ഞു. ഞാൻ ഷോർട്ടായിട്ടാണ്, അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. അടുത്തത് 23 മുതൽ 24 വരെ ആണെങ്കിലോ അത് ചൂഷണമാണ് അല്ലേ? ചൂഷണത്തിനെതിരായിട്ടുള്ളതാണ്, ചൂഷണം എന്ന് എഴുതാം. അടുത്തതോ 25 മുതൽ 28 വരെ ആണെങ്കിലോ അത് പറയുന്നത് മതസ്വാതന്ത്ര്യമാണ്, മതസ്വാതന്ത്ര്യത്തിനായിട്ടുള്ള അവകാശം. അടുത്തത് ലാസ്റ്റ് പറയുന്നത് 29, 30 അതെന്താണ്? ഏറ്റവും അവസാനം പറഞ്ഞത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഏത് അനുച്ഛേദങ്ങൾ? ഇനി 32 ഉണ്ട്, അത് അടുത്ത ചോദ്യത്തിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി 18ാമത്തെ ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം 32ൻ്റെ വിഷയം എന്താണ്? നമുക്കറിയാം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് 18ാമത്തതിൻ്റെ ആൻസർ. ഇനി 19 ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആണ്. ഇവിടെയാണ് കിടക്കുന്നത്, ഹൃദയവും ആത്മാവുമാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓക്കെ, എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? അത് ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ ആണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. അപ്പോൾ അത് ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 32 പറയുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് BR അംബേദ്കർ ആണ്. ഓക്കെ. ഇനി 20ാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി കി ജയ് നമുക്കറിയാലോ എന്ന മുദ്രാവാക്യം വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയ അനുച്ഛേദം ഏതാണ്? അത് നമുക്കറിയാം ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 എന്താ പറയുന്നുണ്ടായിരുന്നത്? ഐത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 17 പറയുന്നത് അല്ലേ? ഐത്ത നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിൻ്റെ അനുഷ്ഠാനം നിരോധിക്കുകയും ചെയ്യുന്ന അനുച്ഛേദമാണ് ഈ ആർട്ടിക്കിൾ 17. സോ മഹാത്മാഗാന്ധി കി ജയ് എന്നുള്ളതൊക്കെ ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ടാണെന്നൊക്കെ നമ്മൾ എപ്പോഴോ പഠിക്കുന്നതാണ്. ഓക്കെ. ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പൗരാവകാശ സംരക്ഷണ നിയമം
നിയമം ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അത് ഓപ്ഷൻ സി 1955 21ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി. 22 ബഹുമതികൾ റദ്ദാക്കൽ ഓക്കെ ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗം ആണ്? പറഞ്ഞേ. അല്ലെങ്കിൽ നമുക്ക് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നും പറയാം. ഏത് വരും ആൻസർ? ഓപ്ഷൻ എ വരും, സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, ബഹുമതികൾ റദ്ദാക്കൽ ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശമാണ്. ഓക്കെ, ആർട്ടിക്കിൾ 18 കേട്ടോ അതൊക്കെ പറയുന്നത്. ഇനി നമുക്ക് 23 വിവരാവകാശം ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്? വിവരാവകാശം അത് ഓപ്ഷൻ ബി ആണ്. സിയും ഡിയും ഇവിടെ ഉണ്ടായിരുന്നില്ല, സാരമില്ല, ആൻസർ ഇവിടെ കിടപ്പുണ്ട്. എ ബി സിയും ഡിയും അപ്പുറത്തുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആൻസർ പഠിച്ചാൽ മതിയല്ലോ. ആൻസർ ഏതാണ്? 23ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 19(1) കേട്ടോ. അപ്പോൾ 21A എന്താ പറയുന്നത്? ഒന്ന് പറഞ്ഞേ. 21A എന്താ പറയുന്നത്? അത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് കേട്ടോ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് നമ്മൾ ആർട്ടിക്കിൾ 21A പറയുന്നത്. 14 മുതൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, അതവിടെയാണ് പറയുന്നത് കേട്ടോ, വിദ്യാഭ്യാസത്തിൻ്റെ. എന്തായിരുന്നു 21A പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെ കേട്ടോ. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് എങ്ങനെയുള്ള വിദ്യാഭ്യാസം? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A. ഓക്കെ, ഇനി അതിൻ്റെ ഓപ്ഷൻ സിയും ഡിയിലും കൂടി കുറച്ച് കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് പോവാം. അനുച്ഛേദം 22 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 22 എന്താ പറയുന്നത്? ഇത് ഓപ്ഷൻ സിയും ഡിയും ഇതായിരുന്നു. നിയമവിധേയമല്ലാത്ത അറസ്റ്റിൽ നിന്നും തടങ്കലിൽ നിന്നും പൗരന് സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ഈ അറസ്റ്റ് തടങ്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 20 എന്താ? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്, കുറ്റങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 24 കൂടി പറയാം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് അനുച്ഛേദം 21 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കുറച്ച് ബ്ലറാണോ എന്നൊരു സംശയമുണ്ട്, പക്ഷെ ക്ലിയർ ആവുമായിരിക്കും അല്ലേ? അനുച്ഛേദം 21 അത് പറയുന്നത്. അനുച്ഛേദം 21 എന്താ പറയുന്നത്? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജീവൻ്റെയും അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ഓക്കെ, ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ഓക്കെ, അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 25ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത്? കേട്ടോ, ചുവടെ പറയുന്നവയിൽ ശരി അല്ലാത്തതാണ് വേണ്ടത്. എ 86ാം ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. ഏതാണ് വർഷം? 2002. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ശരിയാണ്. നമുക്ക് ശരി അല്ലാത്തതാണ് വേണ്ടത്. ബി 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. അതും ശരിയാണ്. സി 1998 86ാം ഭേദഗതി നടപ്പാക്കിയത്. ആണോ? അല്ല, ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, 2002. സോ ഓപ്ഷൻ സി തെറ്റാണ്. ഡി സൈക്യ കമ്മിറ്റി ശുപാർശ ആണ് 86ാം ഭേദഗതിക്ക് കാരണമായത്. നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വന്നത്. 98 2002. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റുകൾ കൂടി ചോദിക്കട്ടെ. ഈ വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറ്റുന്ന സമയത്ത്, അതായത് 2002 എന്ന് നമുക്കറിയാം. അങ്ങനെ അറിഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടുമായിരിക്കും. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ AB വാജ്പേയി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തും കൂടി പഠിക്കണം? ആ സമയത്തെ പ്രസിഡൻറ്റും കൂടി ഒന്ന് പഠിച്ചേക്കാം. അതാരായിരിക്കും? അത് APJ അബ്ദുൽ കലാമാണ്. അപ്പം AB വാജ്പേയിയും APJ അബ്ദുൽ കലാമും പഠിച്ചു വെക്കാൻ സുഖമാണല്ലോ അല്ലേ? കോഡിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 26ാമത്തെ ചോദ്യം. 30 ചോദ്യങ്ങളാണ് ഉള്ളത്. ഭരണഘടനയുടെ 24ാം അനുച്ഛേദത്തിൻ്റെ പ്രതിപാദ്യം എന്താണ്? 24 ചോദിച്ചിരിക്കുന്നത്. അത് ബാലവേല നിരോധനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 27 എത്ര തരം റിട്ടുകളാണ് ഉള്ളത്? 5 തരം റിട്ടുകളാണുള്ളത്. ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. അതിൽ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 32 ആണ്. ഹൈക്കോടതി ആണെങ്കിൽ 226. ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഇനി ഏതൊക്കെയാണ് നമ്മുടെ 5 റിട്ടുകൾ എന്ന് പറയുന്നത്? ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, അതേപോലെ തന്നെ ഏതുണ്ട്? മാൻഡമസ് 2 എണ്ണമായി. പിന്നെ പ്രൊഹിബിഷൻ ഉണ്ട്. പ്രൊഹിബിഷൻ, സെർഷ്യോററി, പിന്നെ കോവാറൻറ്റോ 5 എണ്ണമായല്ലോ. ഓക്കെ, ഈ 5 റിട്ടുകളാണ് നമ്മുടെ റിട്ടുകളെന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻറ്റോ. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതൊക്കെ പറയുന്ന സമയത്ത് എടുക്കാം കേട്ടോ. ഇനി 28ാമത്തെ ചോദ്യം. റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് നമുക്കറിയാം. സുപ്രീം കോടതി, ഹൈക്കോടതി കേട്ടോ. സുപ്രീം കോടതി, ഹൈക്കോടതി. ആർട്ടിക്കിളും ഞാൻ പറഞ്ഞല്ലോ. അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 32, അനുച്ഛേദം 226 എന്നിവ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഏതാണ്? റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 32 ആണെങ്കിൽ സുപ്രീം കോടതി, 226 ആണെങ്കിൽ ഹൈക്കോടതി. അത് തമ്മിൽ മാറിപ്പോകില്ലല്ലോ. 226 വലിയ നമ്പറാണല്ലോ, സുപ്രീം കോടതിക്ക് കൊടുക്കാമെന്നൊന്നും വിചാരിക്കരുത്. ഹൈ വാല്യൂ എന്ന് ആലോചിച്ച് വെക്കുക. അതായത് ഹൈ വാല്യൂ എന്ന് പറയുമ്പോൾ H അല്ലേ, അപ്പം ഹൈക്കോടതി അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അടുത്തത് 30 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ സുപ്രീം കോടതിയാണ്. പഠിച്ചു വെച്ചോളൂ. അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങളാണ് ഏത് ഭാഗത്ത് നിന്നും പഠിച്ചിട്ടുള്ളത്? മൗലിക അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന മൗലിക അവകാശങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പം ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ വരുന്നത്? ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്ന് നമ്മൾ പറയണ്ടായി. നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? അതും കൂടി പറഞ്ഞേ. 7 മൗലിക അവകാശങ്ങളാണ്. പിന്നെ അത് എത്ര ആയിട്ട് മാറി? 6 ആയിട്ട് മാറി. ഏത് അവകാശമാണ് അതിൽ നിന്ന് എടുത്തു മാറ്റിയത്? സ്വത്തവകാശമായിരുന്നു. ഇപ്പം അത് ഏതിലാണ് ഉള്ളത്? 300A അത് ഉള്ളത്. പിന്നെ ഏത് ഭാഗത്ത്? ഭാഗം 12. ഏത് ഭേദഗതി പ്രകാരമാണ്? ഞാൻ കോമട്ട് എഴുതി പോവാണ്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം, വർഷം 1978. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി ആ സമയത്ത് പിന്നെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ പോയിന്റിലേക്ക് പോവാം. പിന്നെ നമ്മൾ ഓരോ മൗലികാവകാശങ്ങളും എത്ര ആർട്ടിക്കിൾ മുതൽ എത്ര ആർട്ടിക്കിൾ വരെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയുണ്ടായി. പിന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അതേപോലെ തന്നെ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? USA നിന്നാണ് കടം എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ആ ഒരു ഭേദഗതി ഏതായിരുന്നു? 86ാം ഭേദഗതി, വർഷം 2002 ഇത്രയും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ റിട്ടുകളെ കുറിച്ച് പറഞ്ഞു. 5 റിട്ടുകളാണുള്ളത്. സുപ്രീം കോടതിൻ്റെ റിട്ട് പുറപ്പെടുവിക്കുന്നത് 32 ആണെങ്കിൽ ഹൈക്കോടതിൻ്റെത് ഏതാണ്? 226. ഇനി എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓരോ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ പറഞ്ഞു അല്ലേ. 21 പറഞ്ഞു, 24 പറഞ്ഞു. 21 നമ്മുടെ ജീവൻ്റെയും അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ആണ്. 24 ആണെങ്കിൽ ബാലവേല നിരോധനം അല്ലേ, അതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 17 നമുക്കറിയാം ഐത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധിക്ക് ജയ്, അതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടായി. അങ്ങനെ ഓരോന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 21
അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. അപ്പം ഇനി ഒന്നുകൂടി വീഡിയോ കാണുകയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയോ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഒരുവിധം എല്ലാ പോയിന്റുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം എല്ലാവരും പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചോളാം. ഒക്ടോബർ, നവംബർ 2 മാസം നമ്മുടെ മുന്നിലുണ്ട്. 3 മാസത്തോളം സമയം നമ്മുടെ കയ്യിലുണ്ട് ഏകദേശം. കാരണം ഡിസംബർ 28-നാണല്ലോ എക്സാം വരുന്നത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.